ഇങ്ങനെ വിചാരിച്ച നിങ്ങളോ മറ്റോ എന്റെ ബോസിന്റെ അടുത്ത് പോയാ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ബോധം പോയിട്ടും അവളുടെ ബോസിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതില്ല അവളുടെ പ്രശ്നം. പിന്നെ എന്തിനാടി ഞാൻ നിന്നിവിടെ ബോധം കിട്ടി കിടത്തേക്കുന്ന? ഡാനിയുടെ അടുത്ത് നിന്റെ സ്ഥാനത്ത് ഇനി ഞാൻ നിൽക്കും. പിന്നെ ഡാനി തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്തായിരുന്നു നെയിം? സ്നേഹ. ആള് നല്ല സ്മാർട്ടാണ്. സോ വിട്ട് കളയണ്ട. ആളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ സാർ, താങ്ക് യു. ഡാനി, നീ ഡ്രിങ്ക്സ് കഴിച്ചായിരുന്നോ? ഞാൻ കുറച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചായിരുന്നു. ഓ, ഫ്രഷ് ജ്യൂസസോ? ബട്ട് നമ്മളൊരു പാർട്ടിയിലാകുമ്പോ കുറച്ച് ആൽക്കഹോളൊക്കെ കുടിക്കണ്ടേ? നമുക്ക് കുറച്ച് കുടിച്ചാലോ? നോ, എനിക്ക് വേണ്ട. നീ കുടിച്ചോ. നോ, ഞാൻ നിന്റെ കൂടെ ഒരുമിച്ച് കുടിക്കാന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുടിക്കാം. എനിക്ക് വേണ്ട കേട്ടാ, എനിക്ക് കുടിക്കാനൊരു മൂഡില്ല. നീ കുടിച്ചോ. വൈ ഡാനി, അതെന്ത് പറ്റി? നോർമലി നീ ഇങ്ങനെ പാർട്ടിയിലൊക്കെ വെച്ച് കുടിക്കാറുണ്ടല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന്? ഐ മീൻ, നീ നോർമലി ഇങ്ങനെ കുടിക്കാറുണ്ടല്ലോ പാർട്ടിയിലൊക്കെ വെച്ച് ഇടക്ക്. അങ്ങനെ നമുക്ക് കുടിച്ചൂടെ? അതിനിപ്പോ എന്താ പ്രശ്നം? അത് പണ്ട്. ഇപ്പോ എന്നോട് ഒരാള് കുടിക്കണ്ടെന്ന് പറഞ്ഞേക്കുവാ, അതുകൊണ്ട് കുടിക്കുന്നില്ല. അതാരാ ആ ഒരാള്? നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? എനിക്കിപ്പോ കുടിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. നിനക്ക് വേണേ നീ കുടിക്ക്. ഓക്കെ ഓക്കെ, കൂൾ. നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. സാറേ പ്ലീസ് സാറേ, ഞാനൊന്ന് പൊക്കോട്ടെ. അവിടെ സ്നേഹയൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എങ്കി പറ, നീ ആരാ? എന്റെ നീയായിട്ട് എനിക്ക് പാസ്റ്റിൽ എന്താ റിലേഷൻ? അതെനിക്ക് ഇപ്പൊ അറിയണം, അറിഞ്ഞേ പറ്റൂ. സാറേ, സാറിത് എന്തൊക്കെയാ പറയുന്ന? എനിക്ക് സാറായിട്ട് ഒരു ബന്ധവുമില്ല. സാറിനൊന്ന് വിട് പ്ലീസ്. അത് നീ എന്റെ കണ്ണി നോക്കി പറ, പാസ്റ്റില് നീയായിട്ട് എനിക്കൊരു റിലേഷനും ഇല്ലാന്ന്. ഇല്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ സാറായിട്ട് എനിക്കൊരു റിലേഷനും ഇല്ല. അഥവാ സാറായിട്ട് ഞാൻ എന്തെങ്കിലും റിലേഷനിൽ ആയാൽ തന്നെ അത് സാറിനൊട്ടും നല്ലതുമല്ല. എന്നാ മുഖത്ത് നോക്കി വെറുതെ കള്ളം പറയരുത്. പിന്നെ എന്താ, നീ എന്റെ അടുത്തോട്ടേക്ക് വരുമ്പോ എനിക്ക് എന്തൊക്കെയോ കണക്ഷൻ ഫീൽ ചെയ്യുന്ന. നീ എന്നെ ടച്ച് ചെയ്യുമ്പോ പാസ്റ്റിലെ എന്തൊക്കെയോ ഇൻസിഡന്റ് ഓർമ്മ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിന്നെ സ്വപ്നം കാണുന്നു. ഇതൊക്കെ പിന്നെ എന്താ? അതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ? എനിക്ക് സാറിനെ മുമ്പ് പരിചയമൊന്നുമില്ല. എന്നാ കുറച്ച് ദിവസമായിട്ട് എന്റെ തല വല്ലാതെ പെരുക്കുക. എനിക്ക് പണ്ടെങ്ങാണ്ട് ഒരു ആക്സിഡന്റ് നടന്നു. അതിനുശേഷം അതിന്റെ മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റും എനിക്ക് ഓർമ്മയില്ല. ഓരോരുത്തരും പറഞ്ഞിട്ടാ ഞാൻ അവരെ തന്നെ തിരിച്ചറിയുന്ന. അതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെയും ഓർമ്മയില്ലാത്ത. താൻ പറഞ്ഞാൽ മാത്രമേ താൻ എന്റെ ആരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് പ്ലീസ്. സോറി സാർ, സാറതൊന്നും അറിയാത്തത് നല്ലത്. സാർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കേ. അന്ന നിക്ക് പോവല്ലേ. ഞാനിത് എവിടെയാ? ബോസ് എവിടെ പോയി? ബോസിനെ ഒറ്റക്കിട്ടിട്ട് പോയോ? കാലമാറി. ഇത് പാർട്ടിയാണല്ലോ. അപ്പം ബോസ് ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പം ബോസ് എവിടെ പോയി? സ്റ്റെല്ല മാഡത്തിന്റെ കൂടെ പോയോ? പോയി നോക്കിയിട്ട് വരാം. സ്നേഹ എവിടെ? സ്നേഹയോ? സ്നേഹ അവിടെ എവിടെയെങ്കിലും കാണും. Don't mind it. എവിടെ കാണുന്നു? അവൾ ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായതാ. ഇതിപ്പോ എവിടെ പോയി? അവൾ അവിടെ എവിടെയെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ചിൽ ചെയ്യുന്നുണ്ടാവും. നീ എന്തിനാ അത് നോക്കാൻ പോകുന്ന? അതിന് ഇഷാനും ദൃശ്യമൊക്കെ ഇതേ അവിടെയല്ലുള്ളത്. പിന്നെ അവക്ക് വേറെ ഫ്രണ്ട്സാ?
അവളവിടെ ഡ്രിങ്ക് ചെയ്തിട്ട് അവൾ ആ സോഫയിലോ മറ്റോ കിടക്കുന്നത് കണ്ടു. ഡ്രിങ്ക് ചെയ്യാനോ? ആര്? സ്നേഹയോ? യാ അവള് ഡ്രിങ്ക് ചെയ്തിട്ട് അവിടെ സോഫയില് ഫിറ്റ് ആയി കിടപ്പാ. നോ, അതിനവള് ഡ്രിങ്ക് ചെയ്യില്ലല്ലോ. ആ, ആര് പറഞ്ഞു? ഡ്രിങ്ക് ചെയ്തിട്ടാണോ അവിടെ ഫിറ്റ് ആയി കിടക്കുന്ന? ഇല്ല, അവള് ഡ്രിങ്ക് ചെയ്യില്ല. അവൾക്ക് അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ തലവേദന എടുക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞതാ. അവള് നിങ്ങളൊക്കെ ഓരോരോ കള്ളങ്ങള് പറഞ്ഞ് കയ്യിലെടുക്കാൻ ഡാനി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്നത് നീ വേണേ വിശ്വസിക്കേ. അവൾ അവിടെ ഡ്രിങ്ക് ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണെ നീ എനിക്ക് അവളെ കാണിച്ചാ? എവിടെയാ അവള് കിടക്കുന്ന? അവള് നല്ല ഫിറ്റ് ഡാനി. നമ്മള് വെറുതെ ഒരു വള്ളി കേസുകൾ പിടിക്കണോ? ജസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞ അത് കേട്ടാ മതി. കൂടുതൽ ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻസ് വേണ്ട. സ്നേഹ എവിടെ? ആ, ഒരു സ്നേഹ. Come on, follow me, ഡാനി. ഞാൻ കാണിച്ചു തരാം അവൾ എവിടെയാന്ന്. നല്ല മരം. ഈ മരത്തില് ഫുള്ള് മാങ്ങയാണല്ലോ. ആ, 2 മാങ്ങ പറിക്കാം. ഒരു മാങ്ങ ബോസിന് കൊടുക്കാം, ഒരു മാങ്ങ ഞാൻ തിന്നാം. ഗുഡ് ഐഡിയ സ്നേഹ, ഗുഡ് ജോബ്. ഡാനി കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫിറ്റ് ആയി കിടക്കുവാന്ന്. എവിടെ? ദേ ഇവിടെ. വാട്ട്? ഇവിടെ പോയി? കർത്താവേ, പണി പാളിയോ? ഇവിടെയോ? ജസ്റ്റ് അല്ല, കളിക്കാതെ കാര്യം പറ. സ്നേഹ എവിടെ പോയി? ആ, സത്യം ഡാനി, അവളെ ഇവിടെ ഫിറ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയിന്ന് എനിക്കറിയില്ല. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഡാനി, നീ എന്തിനാ ഇങ്ങനെ സ്ട്രെസ് ആവുന്ന? അവള് കുടിച്ച് നല്ല ഫിറ്റാ. എവിടെയെങ്കിലും കറങ്ങി നടപ്പുണ്ടാവും. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു അവള് കുടിക്കില്ല എന്ന്. എന്തു പറ്റി സാർ? എന്താ പ്രശ്നം? ഇഷാനി, സ്നേഹ കണ്ടോ? സ്നേഹയോ? അവൾ ഇത്രയും നേരം ബോസിന്റെ കൂടെ അല്ലായിരുന്നോ? എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നോവ ഡിസൈൻസിലെ സിയോയുടെ കൂടെ സംസാരിക്കാൻ പോയി. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. അയ്യോ, ഞങ്ങളും കണ്ടിട്ടില്ല സാറേ. ഞങ്ങൾ വിചാരിച്ചു സാറിന്റെ കൂടെ കാണുമെന്ന്. ഇത്രയും നേരം അവൾ സാറിന്റെ കൂടെ അല്ലായിരുന്നോ? അല്ലേലും അവളുടെ വിചാരം ഇപ്പയും കൊച്ചുകുട്ടിയാണെന്നാ. വല്ല പാർക്കിലും പോയിട്ട് കൊച്ചുകുട്ടികളെ കാണാതായ അവസ്ഥയായല്ലോ. ഏയ്, സാർ ടെൻഷൻ ആവണ്ട. ഞാനൊന്ന് വാഷ്റൂം വരെ പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലോ? സ്റ്റീഫ, നീ അന്നയെ കണ്ടോ? ആ, അന്ന അവള് എന്തോ വയ്യാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയടാ. വീട്ടിലേക്കോ? അതെന്താ പെട്ടെന്ന്? കൂടെ സ്നേഹ ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല, അവളൊറ്റക്കാ. എന്തോ പെട്ടെന്ന് തലവേദന വന്നെന്ന് പറഞ്ഞു. ഡ്രൈവറോട് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന ഒറ്റക്ക് പോയോ? അപ്പോ സ്നേഹ എവിടെ പോയി? സ്നേഹയോ? സ്നേഹ ഇത്രയും നേരം ജാനി നിന്റെ കൂടെ അല്ലായിരുന്നോ? ഇപ്പൊ എവിടെ പോയി? അത് തന്നെയാ ഞാനും അന്വേഷിക്കുന്ന. ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നിപ്പോ കാണാനില്ല. ചിന്നമ്മ, നല്ല കുട്ടിയല്ലേ, ഒന്നിറങ്ങി വാടി. നിന്നെ ഈ അവസ്ഥയിലോ മറ്റോ ഡാനി സാറ് കണ്ടാ പിന്നെ നിനക്ക് അറിയാലോ. ഒന്നിറങ്ങി വാടി. നീ പോടാ താറാവേ. ഞാനിവിടെ ബോസിന് മാങ്ങ പറിക്കാൻ വന്നതാ. നീ പോയി ബോസിനെ വിളിച്ചോണ്ട് പോവാ. എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങാം? അവളുടെ ഒരു ബോസ് കണ്ട നിന്റെ കാര്യത്തിൽ തീരുമാനമായിക്കോളും. അതെ ബ്രോ, ഒന്ന് നോക്കിക്കൊള്ളണേ. ഞാനിപ്പോ വരാം. ആ, ഓക്കെ ബ്രോ. സ്നേഹ, ഇതേ നിന്റെ ബോസ് ഇപ്പൊ വരും. അങ്ങയുടെ സ്വഭാവം വെച്ചിട്ട് നിനക്ക് നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ട്. വേഗം ഇറങ്ങിക്കോ. നീ പോടാ വിരാട് കോഹ്ലി. നീ ആരാ എന്നോട് ഇറങ്ങാൻ പറയാൻ? ദേ, എന്റെ ബോസിനെ മറ്റോ കുറ്റം പറഞ്ഞ എന്റെ ബോസ് വരട്ടെ, അപ്പൊ ഞാൻ തയ്യാറായിക്കോളാം. ബോസേ, ഞാനിവിടെ വാഷ്റൂമിലും എല്ലാ സ്ഥലത്തും നോക്കി. ഇവിടെ അകത്തെവിടെയും അവിടെ ഇല്ല. ഇനി പുറത്തെവിടെയെങ്കിലും പോയിട്ടാണോ? എന്നാലും ഈ അന്ന എന്ത് പണിയാ കാണിച്ച്? അവളെന്താ പെട്ടെന്ന് ആരോടും പറയാതെ പോയത്? അവരുണ്ടായിരുന്നേ അവളുടെ കൂടെ കാണുമായിരുന്നു. അന്ന എന്നോട് ചോദിച്ചിട്ടാ പോയത്. തീരെ വയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പൊക്കോന്ന് പറഞ്ഞ. ഡാൻ സാറേ, ആകെ പ്രശ്നമായി.
മുഴുവൻ പ്രശ്നമായി. സാറിപ്പോ എന്റെ കൂടെ വാ. ഇപ്പൊ വന്നാ സാറിന് സ്നേഹം കൊണ്ടുപോവാം. പെട്ടെന്ന് വാ. എന്താ എന്താ പ്രശ്നം? സാറെ, സംസാരിച്ചോണ്ടിരിക്കാൻ ടൈമില്ല. പ്രശ്നം വഷളാവുന്നതിന് മുമ്പ് സാർ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ആ, നിങ്ങളെല്ലാരും ഇവിടെ തന്നെ നിൽക്ക്. സ്റ്റീഫ, വാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. സ്നേഹ, കൂടുതൽ ഒച്ച വെക്കല്ലേ. നിന്റെ ബോസ് ഇപ്പൊ വരും. അങ്ങേര് നിന്നെ കൊണ്ട് പോവും. നീ പേടിക്കണ്ട. അതെനിക്ക് അല്ലല്ലോ അറിയാം. എന്റെ ബോസ് ഗുഡ് ബോയാ. ബോസ് ഇപ്പൊ എന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ബോസ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഈ മാങ്ങ കൊടുക്കും. മാങ്ങ. സാറേ, ദേ അങ്ങോട്ട് നോക്ക്, മേലോട്ട്. നിങ്ങൾ വരാതെ താഴെ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ പെണ്ണിത് എന്താ ഈ കാണിക്കുന്ന? മനുഷ്യനെ നാണം കെടുത്താൻ. ആ, ദേ സ്നേഹ, നിന്റെ ബോസ് വന്നു. ഇനിയെങ്കിൽ തയ്യാറങ്ങ്. ഹായ് ബോസേ. ബോസ് വരൂന്ന് എനിക്കറിയായിരുന്നു. എന്റെ ബോസ് ഗുഡ് ബോയാ, ഗുഡ് ബോയ്. ഡോ വിരാട്, തനിക്കെന്നാത്തിന്റെ കേടാ? അവക്കോ ബുദ്ധിയില്ല. താനെന്തിനാ ഈ മരത്തിന്റെ മണ്ട കയറിയിരിക്കുന്ന? ആ, അല്ല സാർ, അത് സ്നേഹക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച്. സ്നേഹക്ക് എന്തെങ്കിലും പറ്റിയാ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി അവള് കിണറ്റി തുള്ളിയാ താനും കിണറ്റി തുള്ളുവോ? ഡാനി, നീ ഇപ്പോ അവനെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. നീ ആദ്യം സ്നേഹത്തായ ഇറക്കാൻ നോക്ക്. ഇതിപ്പോ ആൾക്കാർക്ക് കണ്ട എന്ത് വിചാരിക്കും? സ്നേഹ, താഴെ ഇറങ്ങ്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. മര്യാദക്ക് താഴെ ഇറങ്ങ്. ബോസ് എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഞാൻ ബോസിന് മാങ്ങ വലിക്കാൻ വേണ്ടിയാ ഇതിന്റെ മേലെ കേറിയ. ഞാൻ ഇത് കഷ്ടപ്പെട്ടിട്ടാ കേറിയെന്നറിയോ? ആ, ബെസ്റ്റ്. അലറാൻ തുടങ്ങി. എന്റെ പൊന്നു സാറേ, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് താഴെ ഇറക്ക്. ഇവള് അലറി തുടങ്ങിയ പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല. സ്നേഹ, പ്ലീസ് ഒന്ന് താഴെ ഇറങ്ങ്. നമ്മളിവിടെ ഒരു പാർട്ടിക്ക് വേണ്ടി വന്നേക്കുവാ. നീ കുടിക്കൂലെന്ന് പറഞ്ഞിട്ട് കുടിച്ച് ഫിറ്റായിട്ട് മര്യാദക്ക് താഴെ ഇറങ്ങ്. ആര് പറഞ്ഞു ഞാൻ കുടിച്ചെന്ന്? എനിക്കതിന്റെ സ്മെല്ല് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പറഞ്ഞു കൊടുക്ക് വിരാട്. സാറേ, അവള് കുടിച്ചിട്ടില്ലെന്നാ പറയുന്ന. ബട്ട് നല്ല കുടിച്ച് ഫിറ്റാ. സ്നേഹ പറയുന്ന നിൽക്ക്. നിന്റെ ബോസല്ലേ വിളിക്കുന്ന. താഴെ ഇറങ്ങി ചെല്ല്. എന്തായി കാണും? നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ? എനിക്കാണെ ഇവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. ആടി ശരിയാ, വാ എന്തായാലും പോയി നോക്കാം. ഇവിടെ ബോധം ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ഈ സോഫന്റെ മണ്ടയ്ക്ക് കടത്തിയിട്ടല്ലേ ഞാൻ പോയത്. ഇതിപ്പോ ആകെ പ്രശ്നാവോ? ഒന്ന് പോയി നോക്കിയാലോ? സ്നേഹ, ഇവിടെന്താ ഈ മരത്തിൽ കയറിയിരിക്കുന്ന? നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാം. അവിടെ പോയാൽ ചിലപ്പോ ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിയാ, ഇവിടെ നിൽക്കുന്നതാ നല്ലത്. ഓ, അപ്പോ ലിസ പറഞ്ഞ പോലെ ഇവളിപ്പോ ഫിറ്റ് ആയതുപോലെയാ ബിഹേവ് ചെയ്യുന്ന. ഇതിപ്പോ എങ്ങനെങ്കിലും മാനേജ് ചെയ്തേ പറ്റൂ. ആ, ഞാൻ ഇറങ്ങാം. എങ്കിൽ പിന്നെ ബോസ് എന്നോട് പറ ഐ ലവ് യൂന്ന്. സ്നേഹ, എല്ലാവരും നിന്നെ തന്നെ ശ്രദ്ധിക്കുന്ന. മര്യാദക്ക് ഇറങ്ങി വാ. എന്തുവാ ബോസ് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാ എന്താ സംഭവിക്കാൻ പോകുന്ന? പ്ലീസ്, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഞാൻ അപ്പൊ തയ്യാറങ്ങും. ബോസിന് എന്നിട്ട് മാങ്ങയും തരാം. അവളൊരു മാങ്ങ. ഡാനി, തൽക്കാലത്തേക്ക് നീ ഒരു കോമഡി പോലെ ഇഷ്ടമാണെന്നങ്ങ് പറ. എങ്ങനെങ്കിലും ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. അല്ലെ പിന്നെ ആകെ പ്രശ്നമാവും. അത് കണ്ടില്ലേ വിരാട്, ഈ ബോസ് പണ്ടേ അങ്ങനെയാ. ഇങ്ങനെ കണ്ണി ചോരാന്ന് പറയുന്ന സാധനമില്ല. എനിക്കിങ്ങനെ എന്തോ ഇഷ്ടമാണെന്നറിയോ? എന്നിട്ടാണ് ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുക ഉണ്ടക്കണ്ണൻ. ആ,
അത് ശരിയാ, കണ്ണിച്ചോരില്ലാന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അതുകൊണ്ടല്ലേ നീയായിട്ട് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത. സ്നേഹ, ആ എനിക്കിഷ്ടം. നീ ഒന്ന് ഇറങ്ങി വാ. വാട്ട്? ഡാനി, അവള് കുടിച്ച് ഫിറ്റ് ആയിട്ട് വല്ലതും പറയുന്നുണ്ടെന്ന് വിചാരിച്ച് നീ എന്താ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നേ? ഡാനി, നീ നിന്റെ ലൈഫ് വെച്ച് കളിക്കരുത്. അവക്ക് വട്ടാ. പെണ്ണുമ്പിള്ള മര്യാദക്ക് എന്റെ ബോസിന്റെ അടുത്തൊന്ന് പൊക്കോണം. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? കുശുമ്പിത്തള്ള, ഇറങ്ങിപ്പോ. ഡാനി, ഇവള് ഓവറൊക്കെ ചളവാക്കുക. സ്നേഹം, ഇത് കിടന്ന് ഒച്ച വെക്കാതെ മര്യാദക്ക് താഴെറിഞ്ഞ്. ഞാൻ തായറങ്ങാന്ന് പറഞ്ഞല്ലോ. ബോസ് എന്താ മര്യാദക്ക് എന്റെ അടുത്ത് ഇഷ്ടമാന്ന് പറയാത്ത? ബോസ് മനസ്സറിഞ്ഞിട്ട് പറ, മനസ്സോട് പറ ഇനി ഇഷ്ടമാണെന്ന്. ഡി സ്നേഹ ഇനി അഭിനയിക്കുവാണോ? ബോസിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാനുള്ള അടവാണെങ്കിലോ? ശരിയാ, സ്നേഹയോണ്ട് പറയാനും പറ്റില്ല. സാറിനെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിക്കാനുള്ള അവളുടെ സൈക്കോളജിക്കൽ മൂവ് ആണെങ്കിലോ? എന്റെ പൊന്നു ഡാനി സാറേ, ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്ക്. ഇനിയിപ്പോ നാളെ ഉറങ്ങി എണീറ്റാ ആൾക്കൊന്നും ഓർമ്മ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് സാറൊന്ന് പറ. ആ ആ എനിക്കിതിനെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാ. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി വാ. പോ ബോസേ, ഈ ബോസിന്റെ ഒരു കാര്യം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ഇറങ്ങി വരാം. ഇപ്പൊ ഇറങ്ങി വരാം. Bose, I love you so much. What? നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോട് ഞാനവിടെ അകത്തിരുന്നാ മതി എന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ട് സാറേ, സ്നേഹ കാണാതിരുന്ന ഞങ്ങൾക്കും ടെൻഷൻ ആവുമല്ലോ. അതുകൊണ്ട് നോക്കാൻ വേണ്ടി വന്നതാ. ആ ഇനിയിപ്പോ നിങ്ങളെല്ലാരും അകത്തേക്ക് ചെല്ല്. പാർട്ടി എന്തായാലും കഴിഞ്ഞല്ലോ. ഇനി എല്ലാവർക്കും ഇറങ്ങാം. ഓക്കെ സാർ. ഡാനി, നീ ഇവളെ അവിടെ എവിടെയെങ്കിലും കിടത്തിയാ മതി. അവക്കിപ്പോ കുറച്ച് കഴിയുമ്പോ തന്നെ ബോധം വരും. അതെങ്ങനെ നിനക്കറിയാം? ഐ മീൻ, ഇങ്ങനെ ഫിറ്റായ കുറച്ച് കഴിയുമ്പോ തന്നെ ബോധം വരുമായിരിക്കും. എനിക്ക് മതി. ഞാനവിടെ സിഒ ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ സ്റ്റീഫ, നീ അവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക്. ഞാൻ ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അല്ലടാനി, അത് നമുക്ക് അവരോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? നീയില്ലാതെങ്ങനെയാ? വേണേ നീ അവരോടെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ഞാൻ വേണേ സ്നേഹ ഡ്രോപ്പ് ചെയ്യാം. അത് ശരിയാവില്ല. സ്റ്റെല്ല, നീ അകത്തേക്ക് ചെല്ല്, ഞങ്ങൾ വന്നോളാം. ഡാനി, നീ എന്നാ അകത്തേക്ക് ചെല്ല്, ഞാൻ സ്നേഹ ഡ്രോപ്പ് ചെയ്തോളാം. സ്റ്റീഫ, അതല്ല, ഈ അവസ്ഥയില് ഇവളിപ്പോ വീട്ടിലേക്ക് പറഞ്ഞിട്ടാ ശരിയാവില്ല. ഇവളും അന്നയും മാത്രല്ലേ അവിടെ ഉള്ളൂ. കുടിച്ച് നല്ല ഫിറ്റായി കിടക്കുക. ഇനിയിപ്പോ ബോധം വന്നാൽ എന്തൊക്കെയാ വിളിച്ച് പറയാനൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ എന്റെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളാം. നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക്. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ഈ കാര്യം നമ്മളല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല. ഓക്കെ? അല്ല ഡാനി, അത് ചിലപ്പോ പ്രശ്നമായാലോ? അന്നെ അപ്പോ ആരെ വിളിച്ചു പറയും? അന്നക്ക് തലവേദനായിട്ട് വീട്ടിൽ പോയെന്നല്ലേ നീ പറഞ്ഞ? അവള് പോകുമ്പോ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അത് എന്നോട് പറഞ്ഞായിരുന്നു നിന്നോട് പറയാൻ. പിന്നെ ഞാനത് പെട്ടെന്ന് വാഷ്റൂമിൽ പോയപ്പോ മറന്നുപോയതാ.
എങ്കിൽ പിന്നെ ഈ കാര്യം കൂടി നീ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ ഞാനത് എത്രാമത്തെ വിളിയാ വിളിക്കുന്ന, ഫോണും എടുക്കുന്നില്ല. എന്താ നീ വിളിച്ച് പറയൂലേ? അല്ല സ്നേഹ നിന്റെ കൂടെയാണല്ലോ, അപ്പോ നീ വിളിച്ചു പറയുന്നതല്ലേ നല്ലത്. ബോസേ എനിക്കിപ്പോ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ. സ്റ്റീഫ എങ്കിൽ പിന്നെ നീ ഇപ്പൊ ചെല്ല്, ഞാൻ അന്നെ വിളിച്ചു പറഞ്ഞോളാം. ഇതിപ്പോ ഇവിടെ കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയില്ലേ ശരിയാവില്ല. ശരി ഡാനി, എന്നാ പിന്നെ നീ വേഗം ചെല്ല്. ബോസേ ഞാൻ നിങ്ങൾക്ക് ഒരു മാങ്ങ പറിച്ചായിരുന്നു. ആ മാങ്ങ എവിടെ പോയി? നീ വാ, ഞാൻ നിനക്ക് കുറെ മാങ്ങ പറിച്ചു തരാം. റിയലി? എന്നാ വാ പോവാ. ആഹാ വന്നല്ലോ. അല്ല എവിടെ നിന്റെ ഗേൾ ഫ്രണ്ട്? പോയോ? അല്ല ഇവളെന്താ ഒറ്റയ്ക്ക്? സ്നേഹയും സ്റ്റെല്ലയൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. സ്റ്റെല്ലയുടെ പ്ലാൻ എന്തായോ എന്തോ, വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. സ്നേഹ തല പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை മുഴുവதைയും പിറന്നപ്പോ. എന്താ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുവാ ബോസേ. ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോ. பேசவில்லை இன்றேனும் எதுவும் தோன்றவில்லை. സ്റ്റീഫ, ഡാനി എവിടെ പോയി? ഡാനി സ്നേഹയെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. വാട്ട്? ഞാൻ എന്ത് ചെയ്തിട്ടും അതിന്റെ ബെനിഫിറ്റ് അവക്കാണല്ലോ കിട്ടുന്ന. ഹലോ സർ, ഞാൻ വീട്ടിലെത്തി. സാർ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കണമെന്നില്ല, ഞാൻ വീട്ടിലെത്തി, സേഫാണ്. അല്ല ഞാൻ പറയുന്നേക്ക്. ഹലോ സ്നേഹ, സ്നേഹ എന്നേക്ക് വീടെത്തി. രാവിലെയോ? ഓ ഗുഡ് മോർണിംഗ്. ബെസ്റ്റ്. അപ്പോ ശരിക്കും സാറിന് എന്നെ ഓർമ്മയില്ലാണ്ട് തന്നെയാണോ? ആക്സിഡന്റ് മുമ്പ് നടന്നതൊന്നും സാറിനപ്പോ ഓർമ്മ കാണില്ലേ? സാറിന് പറയാനുള്ളത് കൂടി കേട്ടാ മതിയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. അതാ ഞാൻ. ബോസേ ബോസേ ഇവളെന്താ ഇങ്ങനൊക്കെ കിടക്കുന്ന? മനുഷ്യന്റെ കൺട്രോൾ കളയാൻ. ബോസേ സത്യമായിട്ടും ഞാൻ 2 മാങ്ങ പറിച്ചതാ. ഒരു മാങ്ങ ബോസിന് തരാൻ വിചാരിച്ചതാ, പക്ഷെ മാങ്ങ ഇപ്പൊ കാണാനില്ല. എനിക്ക് മാങ്ങയൊന്നും വേണ്ട. നീയല്ലേ പറഞ്ഞ എന്നോട് കുടിക്കരുത്, അതിന്റെ സ്മെല് കേൾക്കുമ്പോ തന്നെ എനിക്ക് തലവേദന എടുക്കുമെന്ന്. പിന്നെ എന്തിനാ നീ ഇതുപോലെ ഇത്രയൊക്കെ കുടിച്ചേക്കുന്ന? ഞാനെങ്ങനെ പറഞ്ഞല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നീ എന്നോട് കള്ളം പറയായിരുന്നോ? No, ഞാൻ കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കുടിച്ചിട്ടില്ല ബോസേ. സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ടൈം ഇത്രയായിട്ടും സ്നേഹം എന്താ ഇതുവരെ വരാത്ത? എത്ര നേരം കൊണ്ട് അവളെ വിളിച്ചോണ്ടിരിക്കുക.
കോളാണ് എടുക്കുന്നുമില്ല. ഇതിപ്പോ മനുഷ്യന്റെ മനസ്സമാധാനം പോയല്ലോ. ഓക്കെ ഓക്കെ, നീ കരയണ്ട, ഞാൻ വിശ്വസിച്ചു. നീ വാ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി കിടത്താം. നീ റെസ്റ്റ് എടുക്ക്. എന്റെ 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 ബാൻഡ് എവിടെ? എന്റെ മുടിയൊക്കെ കഴിഞ്ഞു പോയി. അത് അതെന്റെ ബാൻഡ് അല്ലേ? ഇങ്ങോട്ട് വാ. मेरा नाम इश्क तेरा नाम इश्क मेरा नाम इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क. താങ്ക് യു സോ മച്ച്. നീ വാ, നിനക്ക് ഞാൻ റൂം കാണിച്ചു തരാം. അവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോ. ഒരു മിനിറ്റ്, എനിക്ക് ബോസിന്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളാം. എന്ത് കാര്യം? What? No, where is Neha? ഞാൻ അവളെ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാണല്ലോ. Then അവള് ഇവിടെ വരാതെ എവിടെ പോയി? അത് എനിക്കെങ്ങനെ അറിയാനാ? എന്തായാലും ഒന്നുറപ്പാ, ഇവിടെ അന്ന മാത്രം ഒറ്റയ്ക്ക് വന്നത്. ഇവിടെ സ്നേഹ വന്നിട്ടില്ല. സ്റ്റെല്ല, ഞാൻ എന്നോട് പറഞ്ഞതാ, നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്ന്. റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതാ. ഡാനിയുടെ അടുത്തുനിന്ന് അവളെ മാറ്റാൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു. ബട്ട് എന്ത് ചെയ്തിട്ടും ബെനിഫിറ്റ് മുഴുവൻ അവക്കാ. ഡാനിക്ക് അവളെ മതി, എന്നവന് ഒരു മൈൻഡ് പോലും ഇല്ല. ദാറ്റ്സ് നോട്ട് മൈ മാറ്റർ. അതൊന്നും എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. നിനക്ക് ഈ ഒരു സാധനം തന്നു തന്നെ ഞാനാ. അതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്ന പിന്നെ സ്റ്റെല്ല അറിയാലോ നിനക്കെന്നാ. നീ എന്താ എപ്പോഴും നിന്റെ കാര്യം മാത്രം നോക്കുന്ന? ഒന്നുമില്ലേലും ഞാൻ നിന്റെ കസിൻ അല്ലേ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാ ചെയ്തത്. ബട്ട് ഡാനി എപ്പോഴും അവളുടെ പുറകെയാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കസിൻ ആയാലും എന്തായാലും എനിക്ക് എന്റെ കാര്യമാണ് ഇമ്പോർട്ടന്റ്. ഇനിയിപ്പോ സ്നേഹ എവിടെ പോയി എന്തോ, ആകെ ഇനി പ്രശ്നമാവോ? നിനക്കെന്ത് പ്രശ്നം വരാൻ? കൊടുക്കേണ്ട ഡ്രിങ്ക് മുഴുവൻ കൊടുത്തത് ഈ ഞാനല്ലേ. എന്നിട്ടാണല്ലോ എനിക്കാണെ അതിന്റെ ഒരു ബെനിഫിറ്റ് പോലും കിട്ടിയില്ല. പിന്നെ ഒരു കാര്യത്തില് നീ വിഷമിക്കണ്ട, സ്നേഹ എന്തായാലും സേഫ് ആയിരിക്കും. അവളെന്തായാലും അവളുടെ ബോസിന്റെ കൂടെ കാണും, നിന്റെ ഡാനിയുടെ കൂടെ. അതാണ് എന്റെ പ്രശ്നം. എന്തായാലും അവള് ഡാനിയുടെ കൂടെ തന്നെ കാണും. ഇതിപ്പോ ഡാനിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചതാ. ഇതിപ്പോ ഏറ്റവും കൂടുതൽ അവളാ ഡാനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന. അത് പിന്നെ ബോസ് ചുമ്മാതല്ലേ എന്നെ നേരത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞ. ഞാൻ മറ്റിന്റെ മേലേന്ന് ഇറങ്ങാൻ വേണ്ടിട്ടല്ലേ സാറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ, അല്ലാതെ സാറ് ശരിക്കും പറഞ്ഞതല്ലല്ലോ. സ്നേഹ, നീ എന്തായാലും കുടിച്ചു. എന്തിനാ ഇത്ര അധികം കുടിച്ചേ? അതുകൊണ്ടല്ലേ ഇപ്പോ ഈ അവസ്ഥയില് നിനക്ക് എന്റെ കൂടെ ഇരിക്കേണ്ടി വന്നാ? അത് കുഴപ്പമില്ല, സാറിന്റെ കൂടെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര 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 ഹാപ്പിയാ. പക്ഷെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, സത്യം. എന്നാ നീ വാ, അവിടെ പെട്ടി കിടന്നിട്ട് ഉറങ്ങിക്കോ. രാവിലെ ഉറങ്ങി നിൽക്കുമ്പോ നിന്റെ കിക്കൊക്കെ കുറഞ്ഞോളും. പക്ഷെ ഇതിപ്പോ ആരൊന്ന് വിളിച്ചു നോക്കുന്ന? ഡാനി സാറെ വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ സാറിന് അറിയായിരിക്കും. ഇതെന്താ ഈ സോഫ വൈബ്രേറ്റ് ചെയ്യുന്നു? ഇതെന്താ വൈബ്രേറ്റ് ചെയ്യുന്ന? ഇപ്പൊ ഈ സോഫ പൊട്ടിത്തെറിക്കോ? അതെന്റെ ഫോൺ റിങ് ചെയ്യുന്നതാ. ആ, കോളായിരുന്നോ? എടുക്ക് എടുക്ക്, വേഗം എടുക്ക്. ആ, അന്നയാണല്ലോ. ഹലോ. ഹലോ സാറേ, സ്നേഹ ഇതുവരെ വീട്ടിലെത്തിയില്ല സാറേ. എവിടെയാണോ എന്തോ, വിളിച്ചിട്ടാണെ അവള് കോൾ എടുക്കുന്നില്ല. എനിക്കാണെ ഇവിടെ
ടെൻഷൻ അടിച്ച് നിക്കാൻ പറ്റുന്നില്ല. സാറിന് എന്തെങ്കിലും അറിയോ? ഏയ് താനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. സ്നേഹ സേഫാണ്. അവള് എൻ്റെ കൂടെയുണ്ട്. പാർട്ടിയുടെ ഇടയിൽ എന്തോ ഡ്രിങ്ക് മറ്റോ കഴിച്ചെന്ന് തോന്നുന്നു. ഇപ്പോ ആകെ ഒരുമാതിരിയാ ബിഹേവിംഗ് ഒക്കെ. കർത്താവെ, സാറിന്റെ അവിടെ ഉണ്ടായിരുന്നോ? ബട്ട് അവളങ്ങനെ ഡ്രിങ്ക് ഒന്നും കഴിക്കില്ലല്ലോ. അവൾക്കതിന്റെ സ്മെല്ലടിക്കുമ്പോ തന്നെ തലവേദന എടുക്കാറുണ്ട്. പിന്നെങ്ങനാ? അതറിയില്ല. ബട്ട് അവള് നല്ല ഡ്രിങ്ക് ചെയ്ത പോലെയാ ബിഹേവ് ചെയ്യുന്ന. അതുകൊണ്ടാ ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാതെ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. സാറിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. അവള് സാറിന്റെ കൂടെ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവളവിടെ സേഫാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാ ബോസെ വിളിക്കുന്ന? എനിക്കൂടി കാണിച്ച ആരാ? അത് കമ്പനിനാ. എന്നാ പിന്നെ ശരി, താൻ വെച്ചോ. ഓക്കെ സാർ. കർത്താവെ, ഇപ്പഴാ ഒന്ന് സമാധാനായത്. ബോസെ, നിങ്ങൾക്കറിയോ, നിങ്ങളൊരു ദുഷ്ടനാ, വെറും ദുഷ്ടനാ നിങ്ങള്. ഏയ് ഒച്ച വെക്കരുത്. ഞാൻ ദുഷ്ടനാണെന്ന് പറയാൻ കാരണം? കാരണാണോ ബോസിന് വേണ്ട? ഒരു 100 കാരണങ്ങൾ തരാം. ബോസ് എന്തിനാ ഈ സ്നേഹം കണ്ടില്ലാന്ന് നടിക്കുന്ന? പറ. ആര് പറഞ്ഞു? നിന്റെ സ്നേഹം ഞാൻ കാണുന്നുണ്ടല്ലോ. ഓ, വഞ്ചകൻ. അപ്പൊ എന്റെ സ്നേഹം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണല്ലേ? സാരി ചിരിക്ക്. സാരിങ്ങനെ ഓരോ തവണ ചിരിക്കുമ്പോഴും ഞാനാ വീണ് പോകുന്ന, അറിയോ? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ, ആനന്ദ മൂവിയിലെ ഡയലോഗ് അല്ലേ ഇത്? ആനന്ദ് മൂവിയോ ഒന്നുമല്ല. ഇതെന്റെ ഉള്ളീന്ന് വരുന്ന ഡയലോഗുകളാ. സ്നേഹയുടെ സ്നേഹം കൊണ്ട് വരുന്ന ഡയലോഗുകളാ. ഓക്കെ സമ്മതിച്ചു, നിന്റെ ഡയലോഗുകൾ തന്നെയോ. അല്ല, നീ ഇപ്പൊ എന്താ പറയാൻ വരുന്ന കാര്യത്തിലോട്ട് കടക്ക്. ഓക്കെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് ബോസിനെ എന്തോ ഇഷ്ടമാണ്. ബോസിന് അറിയാലോ. ആ ഇഷ്ടം ബോസിന് എന്നോട് തിരിച്ചുണ്ടോ? வேறென்று விதையென்று வீழ்த்தோமோ மழையென்ற இதயென்னை வந்தோட்டம் பூக்குதே. പറ ബോസിങ്ങനെ എന്നത്തിനും നോക്കിക്കാതെ കാര്യം പറ. എനിക്ക് ബോസിനോട് ഉള്ള ഇഷ്ടത്തിന്റെ ഒരു ഇച്ചിരെങ്കിലും ബോസിന് എന്നോടുണ്ടോ? സ്നേഹ ഞാൻ നിന്റെ ബോസാണ്. എനിക്കറിയാം നിങ്ങൾ എന്റെ ബോസാണെന്നൊക്കെ. ഞാൻ നിങ്ങളെ ബോസ് തന്നെയല്ലേ വിളിക്കുന്ന, അല്ലാതെ ഭർത്താവേ എന്നൊന്നും അല്ലല്ലോ. സ്നേഹം അതല്ല, നീ ഞാൻ പറയുന്ന മര്യാദക്ക് കേൾക്കണം. ഭർത്താവെന്ന് വിളിക്കുന്നത് ഒരു രസവുമില്ല. ക്രിഞ്ച്. ഞാനിപ്പോ ബോസിനെ എന്ത് വിളിക്കും ഫ്യൂച്ചറില്? മിസ്റ്റർ ഹസ്ബൻഡ്? तेरे माथे पे बिंदिया, तेरी आंखों में काजल है, तमन्ना हमें तुम्हें खुद हम सजा. അത് കൊള്ളാം. പിന്നെ ബോസിന് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറ. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ എന്തിനാ ഇങ്ങനെ ഹോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന? എനിക്ക് ഭയങ്കര ഹോപ്പാ സാറെന്നെ തിരിച്ച് ലവ് ചെയ്യൂന്ന്. ആ ഹോപ്പൊക്കെ വെറുതെ ആവോ? ബോസിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ. അത് ഞാൻ എങ്ങനെയെങ്കിലും എന്നോട് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് എന്റെ ബോസ് ഗുഡ് ബോയ് ആയിട്ട് പറ. ഇഷ്ടമാണോ ഇഷ്ടമല്ലെങ്കിൽ അത് പറ. പിന്നെ ഞാൻ ഹോപ്പ് വെക്കില്ലല്ലോ, പ്ലീസ്. സ്നേഹ, യു ആർ മൈ എംപ്ലോയി. നീ അതെന്താ മനസ്സിലാക്കാത്ത? നിന്റെ പാരൻസ് നിന്നെ എത്രമാത്രം വിശ്വസിച്ചിട്ടായിരിക്കും കമ്പനിയിലേക്ക്. അപ്പൊ ബോസിന് എന്നെ ഇഷ്ടമല്ലല്ലേ? ഒരു ബോസിനും എംപ്ലോയിക്കും എന്താ പ്രണയിച്ചൂടെ? അപ്പൊ ബോസിന് എന്നെ ഇഷ്ടമല്ലായിരുന്നില്ലേ? ഇത്രയും കാലം ഞാൻ വിചാരിച്ചു ബോസിന് എന്നെ ഇഷ്ടമാണെന്ന്. സ്നേഹം അങ്ങനെയല്ല.
എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ബട്ട് എനിക്കത് ആഹാ, അപ്പം ബോസിനെ ഇഷ്ടമാണല്ലേ? ഒരു കള്ളൻ. എനിക്കത് കേട്ടാ മതി. സ്നേഹം എന്തുപറ്റി? ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? നാളെ രാവിലെ ആവട്ടെ, കമ്പനിയിൽ വെച്ച് തന്നെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എല്ലാം പറയാം. ബോസ് എവിടെ പോവാ? ഞാനിവിടെ ഒറ്റക്ക് കിടക്കൂല, എനിക്ക് പേടിയാ. ബോസ് എന്റെ കൂടെ കിടക്ക് പ്ലീസ്. ഞാൻ ബോസിനെ ഒന്നും ചെയ്യൂല. ബോസ് എന്നെ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ബോസിനെ ഒന്നും ചെയ്യൂല. പ്ലീസ്, നല്ല കുട്ടിയല്ലേ, ഇവിടെ കിടക്ക്, വാ. സ്നേഹ, നോ, അത് ശരിയാവില്ല. നീ ഇവിടെ കിടന്നോ, ഞാൻ അവിടെ അപ്പുറത്ത് സോഫയിൽ കിടന്നോളാം. ഓ, യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. സാറ് പോയാ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? എന്നെ ഭൂതം പിടിച്ച് കൊണ്ടുപോയാലോ? ഭൂതം എന്തായാലും നിന്നെ പിടിച്ചോണ്ടാവില്ല. ഭൂതത്തിനെ നീ പിടിക്കാതെ നോക്കിയാ മതി. എന്താ? വാ സാറേ, പ്ലീസ്, ഇവിടെ കിടക്ക്. ശരി, എന്നാ പിന്നെ കിടക്ക്. ഗുഡ് ബൈ. സ്നേഹ, നോ. ഗുഡ് നൈറ്റ്. ഏയ് സ്നേഹ. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை പുലരും കാலை പൊഴുതേ മുഴുവதையும் ഉറങ്ങിയോ? ഇതളേ നീ സ്നേഹത്തിൽ നോ, നോ ഡാനി, ഷീസ് യുവർ എംപ്ലോയി. കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്ന. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ എന്തിനാ ഇങ്ങനെ ഹോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന? എനിക്ക് ഭയങ്കര ഹോപ്പാ സാറിനെ തിരിച്ച് ലവ് ചെയ്യൂന്ന്. ഇരുവഴികളിൽ മനസ്സൊഴുകവേ മൂക്കിലെ ഈ പൂവിൻ മേലെ മെല്ലെ പെയ്യില്ലേ പാടാറും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീയിന്നർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും മായല്ലേ.